കരുനാഗപ്പള്ളി ഗവൺമെന്റ് കോളേജ് കെട്ടിട നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് SFI കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോണി കുര്യാക്കോസ് ആണ് അയണിവേലിക്കുളങ്ങരയിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കരുനാഗപ്പള്ളിയിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനു വേണ്ടി കഴിഞ്ഞ LDF സർക്കാർ തൊടിയൂരിൽ അനുവദിച്ച സ്ഥലത്ത് കെട്ടിട നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് SFI കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മുൻ MLA R രാമചന്ദ്രൻ മുൻകൈയെടുത്ത് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും മറ്റു നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തെങ്കിലും കഴിഞ്ഞ 4.5 വർഷക്കാലമായി കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള യാതൊരു ഇടപെടലും ഉണ്ടായില്ലെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. അയണിവേലിക്കുളങ്ങര JFKM VHSSലെ അജയ് പ്രസാദ് നഗറിൽ നടന്ന സമ്മേളനം SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഈ ലോകത്തിന്റെ ഒരു വശത്ത് ചെറിയ ശതമാനം വരുന്ന മനുഷ്യർ വലിയ സമ്പത്ത് വെച്ചുകൊണ്ട് സുഭിക്ഷമായി ജീവിക്കുമ്പോൾ, ആഹ്ലാദിച്ച് ജീവിക്കുമ്പോൾ, അതിന്റെ മറ്റേ തലയ്ക്കൽ ഭൂരിപക്ഷം വരുന്ന ദരിദ്ര ജനകോടികൾ മരണത്തിലേക്ക്, ദാരിദ്ര്യം മൂലം മരണത്തിലേക്ക് തള്ളി നീക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകത്ത് ഇങ്ങനെ വലിയ അസമത്വം നിലനിൽക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയെല്ലാം ശ്രദ്ധിക്കാനുള്ള ആളുകളായിരുന്നു, അല്ലെ? ആരാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നിലവിലാക്കാണ്? എലോൺ മസ്കാണ് ഇന്ന് ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം. പക്ഷെ കഴിഞ്ഞ വർഷം 2025 അവസാന പാദത്തിൽ സെപ്റ്റംബർ മാസത്തിലാണ് പോകുന്നത്. ഒരു ദിവസം കൊണ്ട് ഈ സമ്പന്നന്മാരുടെ പട്ടികയിലെ 6-ാം സ്ഥാനക്കാരനായ ഒറാക്കൽ കമ്പനിയുടെ CEO ലാറി എലിസൺ ഒരു ദിവസം കൊണ്ട് എലോൺ മസ്ക് എന്ന 1-ാം സ്ഥാനക്കാരനെ വെട്ടിക്കൊണ്ട് 1-ാം സ്ഥാനം കൈവരിക്കുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം കൊണ്ട് അയാളുടെ സമ്പത്തിന്റെ മുകളിലേക്ക് ലാറി എലിസന് എത്ര സമ്പത്തുണ്ടായിരുന്നോ ആ ആസ്തിയുടെ മുകളിലേക്ക് 6.5 ലക്ഷം കോടി രൂപ കൂടി എഴുതി ചേർത്തുകൊണ്ടാണ് അയാൾ 1-ാം സ്ഥാനക്കാരനാണ്. ഏരിയ പ്രസിഡന്റ് S മഹേശ്വർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ പ്രവീൺ മനക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി JP സുധീന്ദ്രനാഥ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം നജീബ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി കാർത്തിക്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആര്യ പ്രസാദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഫ്സൽന, അസ്ലം, അഭിജിത്ത്, CPM ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ B ഗോപൻ, M സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസിഡന്റായി K അർജുനെയും വൈസ് പ്രസിഡന്റുമാരായി ബാലാജി, ഹാഷിം എന്നിവരെയും സെക്രട്ടറിയായി S മഹേശ്വറിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി നിയാസ്, അനശ്വര എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.